ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ എല്ലാ വീക്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് ചാനലിലൂടെ വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് അത്യാധുനിക അന്തർവാഹിനി യുദ്ധക്കപ്പലാണ് അടുത്തിടെ കമ്മീഷൻ ചെയ്തത്? INS മാഹിയാണ് കേട്ടോ. INS മാഹിയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച INS മാഹി എന്ന അത്യാധുനിക അന്തർവാഹിനി യുദ്ധക്കപ്പലാണ് അടുത്തിടെ കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ചിട്ടുള്ള മാഹി അഥവാ നിശബ്ദ വേട്ടക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന INS മാഹി ഈ ഒരു കപ്പലാണ് അടുത്തിടെ കമ്മീഷൻ ചെയ്തത്. ഇതിൻ്റെ ഒരു മുദ്ര എന്ന് പറയുന്നത് ഉറുമിയാണ് കേട്ടോ. ഔദ്യോഗിക മുദ്ര, ഈ ഒരു കപ്പലിൻ്റെ, യുദ്ധക്കപ്പലിൻ്റെ ഔദ്യോഗിക മുദ്ര എന്ന് പറയുന്നത് ഉറുമിയാണ്. നാവികസേനയ്ക്കായിട്ട് കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന 8 അന്തർവാഹിനി വേദ കപ്പലുകളിൽ ആദ്യത്തേതാണ് ഈ INS മാഹി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള INS മാഹി എന്ന അത്യാധുനിക അന്തർവാഹിനി യുദ്ധക്കപ്പലാണ് അടുത്തിടെ കമ്മീഷൻ ചെയ്തത്. രണ്ടാമത്തെ ചോദ്യം: 12,000 വർഷമായിട്ട് നിദ്രാവസ്ഥയിലായിരുന്ന എത്യോപ്യയിലെ ഒരു അഗ്നിപർവ്വതം ഈ അടുത്തിടെ പൊട്ടിത്തെറിച്ചു. അതേതാണ് എന്ന് ഇപ്പോൾ PSC ചോദിക്കാറുണ്ട്. അഗ്നിപർവ്വതങ്ങൾ, അതുപോലെ കൊടുങ്കാറ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. ഏകദേശം 12,000 വർഷത്തോളമായിട്ട് നിദ്രാവസ്ഥയിലായിട്ടുണ്ടായിരുന്ന ഒരു അഗ്നിപർവ്വതമായിരുന്നു. എത്യോപ്യയിലെ അഗ്നിപർവ്വതമാണ് ഹെയ്ലി ഗബ്ബി എന്നത്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കാം. അങ്ങനെയും ചോദ്യം വരാം. കറണ്ട് അഫയേഴ്സ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ 12,000 വർഷമായിട്ട് നിദ്രാവസ്ഥയിലായിരുന്ന എത്യോപ്യയിലെ ഏത് അഗ്നിപർവ്വതമാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ചത്? ഏതാണത്? ഹെയ്ലി ഗബ്ബിയാണ്. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് നിയമിതനായത് സഞ്ജയ് കപൂർ ആണ്. ഹാർഡ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള കപൂർ ആനന്ദ്നാഥിന്റെ പിൻഗാമിയായിട്ടാണ് ഇദ്ദേഹം ചുമതല ഏറ്റിട്ടുള്ളത്. അപ്പോൾ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി നിയമിതനായത് സഞ്ജയ് കപൂർ. 3 ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് അത്യാധുനിക അന്തർവാഹിനി യുദ്ധക്കപ്പലാണ് അടുത്തിടെ കമ്മീഷൻ ചെയ്തത്? INS മാഹിയാണ്. INS മാഹി. 12,000 വർഷമായിട്ട് നിദ്രാവസ്ഥയിലായിരുന്ന എത്യോപ്യയിലെ ഏത് അഗ്നിപർവ്വതമാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ചത്? ഹെയ്ലി ഗബ്ബി. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? സഞ്ജയ് കപൂറാണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്. ഓക്കെ അല്ലേ? അടുത്ത സെറ്റ് ചോദ്യം: ലോകത്തിലെ സമ്പന്നമായ ഒരു ഫുട്ബോൾ ക്ലബ്ബ് അതിൻ്റെ 5 മുതൽ 10% വരെയുള്ള ഓഹരികൾ വിൽക്കാനായിട്ട് തീരുമാനിച്ചു. ഏതാണ് ആ ഫുട്ബോൾ ക്ലബ്ബ് എന്നാണ് ചോദ്യം. റയൽ മാഡ്രിഡ് ആണ്. സ്പെയിനിലെ റയൽ മാഡ്രിഡ്, സ്പെയിനിലെ റയൽ മാഡ്രിഡ് ആണ് ആ ഒരു ക്ലബിൻ്റെ 5 മുതൽ 10% വരെയുള്ള ഓഹരികൾ വിൽക്കുന്നതിനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ, ഏതാണ്? റയൽ മാഡ്രിഡ്, സ്പെയിൻ. ഏകദേശം 1 ലക്ഷത്തോളം അംഗങ്ങളാണ് 1902 സ്ഥാപിതമായിട്ടുള്ള ഈ ഒരു ക്ലബിൻ്റെ ഉടമകളായിട്ടുള്ളത്. അപ്പോൾ ലോകത്തിലെ തന്നെ സമ്പന്നമായിട്ടുള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബാണ് സ്പെയിനിൻ്റെ റയൽ മാഡ്രിഡ്. ഇതിൻ്റെ 5 മുതൽ 10% വരെയുള്ള ഓഹരികളാണ് ഇപ്പോൾ വിൽക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്? സ്പെയിനിൻ്റെ റയൽ മാഡ്രിഡ്, സ്പെയിൻ. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ നെൽസ എന്ന് കേട്ടിട്ടില്ലേ? നെൽസ അതാണ് ദേശീയ നിയമസഹായ അതോറിറ്റി. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ അല്ലെങ്കിൽ നെൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ്? വിക്രം നാഥാണ് ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ, നെൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ. സുപ്രീം കോടതി ജഡ്ജിയാണ് ഇദ്ദേഹം. ഇനി സുപ്രീം കോടതിയുടെ നിയമസഹായ സമിതിയുടെ അധ്യക്ഷയായിട്ട് നിയമിതയായിട്ടുള്ളത് JK മഹേശ്വരിയാണ്. സുപ്രീം കോടതി ജഡ്ജി തന്നെ ആയിട്ടുള്ള JK മഹേശ്വരിയാണ്
സുപ്രീം കോടതിയുടെ നിയമസഹായ സമിതിയുടെ അധ്യക്ഷയായിട്ട് നിയമിതനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നെൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ നെൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ് വിക്രം നാഥ്. അടുത്തത് ഒരു ഇൻഡെക്സ് ആണ്, അതായത് സൂചികകൾ PSC ചോദിക്കാറുണ്ട്. നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഓർത്തിരിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ക്ലൈമറ്റ് എക്സ്ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൻ്റെ ഇന്ത്യയുടെ സ്ഥാനം. ക്ലൈമറ്റ് എക്സ്ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ വരുന്ന ഇന്ത്യയുടെ സ്ഥാനം 23. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ഒരു സൂചികയിൽ ക്ലൈമറ്റ് എക്സ്ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 23. നമുക്കിത് റിവൈസ് ചെയ്യാം. ലോകത്തിലെ സമ്പന്നമായ ഏത് ഫുട്ബോൾ ക്ലബിൻ്റെ 5 മുതൽ 10% വരെയുള്ള ഓഹരികളാണ് വിൽക്കാൻ തീരുമാനിച്ചത്? റയൽ മാഡ്രിഡ് ആണ്, സ്പെയിനിൻ്റെ റയൽ മാഡ്രിഡ്. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ നെൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ്? വിക്രം നാഥ്. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് എക്സ്ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 23. അടുത്തത്, വാരാണസിയിൽ വെച്ചാണ് ഈ വർഷത്തെ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത്. അതിൽ കിരീടം നേടിയ ടീം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? വാരാണസിയാണ്. കിരീടം നേടിയ ടീം കേരള വനിതാ ടീമാണ്. വാരാണസിയിൽ നടന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കേരള വനിതാ ടീമാണ്. അടുത്തതൊരു പുരസ്കാരം ഏതാണ്? ഗുപ്തൻ നായർ പുരസ്കാരം. എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന ഗുപ്തൻ നായർ പുരസ്കാരം നേടിയത്, ഈ വർഷത്തെ ഈ ഒരു പുരസ്കാരം നേടിയത് VR പ്രബോധചന്ദ്രൻ നായരാണ്. സാംസ്കാരിക രംഗത്തെ സ്വാധീനിച്ചിട്ടുള്ള മികച്ച അധ്യാപകർക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഈ ഗുപ്തൻ നായർ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷാശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർക്കാണ് ഈ ഒരു പുരസ്കാരം ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പുരസ്കാര തുക എന്ന് പറയുന്നത് 25,000 രൂപയാണ് കേട്ടോ. 25,000 രൂപയുടേതാണ് പുരസ്കാരം. അപ്പോൾ ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന സാംസ്കാരിക രംഗത്തെ സ്വാധീനിച്ച മികച്ച അധ്യാപകർക്കായിട്ടുള്ള ഗുപ്തൻ നായർ പുരസ്കാരം നേടിയത് VR പ്രബോധചന്ദ്രൻ നായരാണ്. അടുത്തത്, ലൊക്കേഷൻസ് ചോദിക്കാറുണ്ട്. ജിയോഗ്രഫിക്കലി ഓരോ അണക്കെട്ട്, നദി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രേറ്റ്സ് പോലെയുള്ളവയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഭൂതത്താൻ അണക്കെട്ട്, നാഷണൽ പാർക്സ്, ഇപ്പോൾ അധികമായിട്ടും ചോദിച്ചു കാണുന്ന നാഷണൽ പാർക്സ് ആണ്. പിന്നെ എന്താണ്, ഈ ചീറ്റയൊക്കെ സ്ഥലം മാറ്റം റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ടേക്കാണ് എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഭൂതത്താൻകെട്ട് അണക്കെട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. നദി ഏതാണെന്ന് അറിയാമോ? നദി പെരിയാറാണ് കേട്ടോ. നദി പെരിയാറാണ്. ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. നദി പെരിയാറാണ്. സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിയതാരാണ്? സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിയത് ബാഴ്സലോണയാണ്. സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് ബാഴ്സലോണയാണ്. ഫൈനലിൽ റയൽ മാഡ്രിഡിനെ 3-2 തോൽപ്പിച്ചിട്ടാണ് ഈ ഒരു കിരീടം നേടിയിട്ടുള്ളത്. 16ാം തവണയാണ് സൂപ്പർ കപ്പ് ഉയർത്തുന്നത് ബാഴ്സലോണ. കഴിഞ്ഞ തവണയും ഈ ഒരു റയൽ മാഡ്രിഡിനെ തന്നെയാണ് ബാഴ്സലോണ തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിയതാരാണ്? ബാഴ്സലോണയാണ്. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെ നമ്മൾ പറഞ്ഞിവിടെ? വാരാണസിയിൽ നടന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ടീം ഏതാണ്? കേരള വനിതാ ടീമാണ്. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന ഗുപ്തൻ നായർ പുരസ്കാരം നേടിയത് ആരാണ്? VR പ്രബോധചന്ദ്രൻ നായർ. ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളമാണ്. സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് ബാഴ്സലോണയാണ്. ഇനി അടുത്തത്, സപ്ലൈകോയുടെ കേരളത്തിലെ
ആദ്യത്തേത് എന്ന് വരുന്നതും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ആദ്യം, ലോകത്തിലെ ആദ്യം, കേരളത്തിലെ ആദ്യം, പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്പർ ചോദിക്കാറുണ്ട്, 8ാമത്, 9ാമത്, പ്രഥമമായിട്ടുള്ളത്, ആ ഒരു രീതിയിൽ നമ്പർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കണം കേട്ടോ. സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? മാർട്ട് എന്ന് കൂടെ ഉണ്ട് കേട്ടോ, ഇത് ടൈപ്പിംഗ് എറർ വന്നതാണ്. ഓക്കെ, സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. തലശ്ശേരി, കണ്ണൂർ ജില്ലയിലുള്ള തലശ്ശേരിയിലാണ്. കണ്ണൂരിലെ തലശ്ശേരിയിലാണ് സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത്. സിഗ്നേച്ചർ മാർട്ട്, സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. അടുത്തത്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പുനരുജ്ജീവിപ്പിച്ച നാഷണൽ ഒളിമ്പിക് അക്കാഡമിയുടെ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഗഗൻ നാരംഗ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA പുനരുജ്ജീവിപ്പിച്ച നാഷണൽ ഒളിമ്പിക് അക്കാഡമിയുടെ ഡയറക്ടറായി നിയമിതനായത് ഗഗൻ നാരംഗാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട് ഇദ്ദേഹം. അതുകൂടാതെ ഇന്ത്യൻ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഗഗൻ നാരംഗ്. ഇതുകൂടാതെ നാഷണൽ ഒളിമ്പിക് അക്കാഡമിയുടെ ഡയറക്ടറായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. നാഷണൽ ഒളിമ്പിക് അക്കാഡമിയുടെ ഡയറക്ടർ. നമ്മുടെ IOAയുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. PT ഉഷ തന്നെയായിരിക്കും നാഷണൽ ഒളിമ്പിക് അക്കാഡമിയുടെയും പ്രസിഡന്റ്. ഓക്കെ അല്ലേ? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പുനരുജ്ജീവിപ്പിച്ച നാഷണൽ ഒളിമ്പിക് അക്കാഡമിയുടെ ഡയറക്ടർ ഗഗൻ നാരംഗ് ആണ്. പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. ഓക്കെ, അടുത്തത് ഒരു ക്യാമ്പയിനാണ്. ക്യാമ്പയിൻ പദ്ധതികൾ എന്നുള്ളതും PSCയുടെ ഒരു ചോദ്യാവലിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതൊരു ക്യാമ്പയിനാണ്. എന്താണ് ക്യാമ്പയിൻ? കേരളത്തിന് പുറത്തുപോയി ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ചിട്ടുള്ള പുതിയ ക്യാമ്പയിനാണ് തിരികെ എന്നുള്ളത്. തിരികെ, ആ പേരിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടും. കേരളത്തിന് പുറത്തു പോയി ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പദ്ധതി അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിനാണ് തിരികെ എന്നുള്ളത്. എന്താണ് തിരികെയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്? കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന, അതിപ്പോൾ സംസ്ഥാനങ്ങളാവട്ടെ വിദേശത്താവട്ടെ, ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന, കേരളത്തിന് പുറത്ത് ഇതര സംസ്ഥാനങ്ങളിലോ വിദേശത്തോ ജോലി ചെയ്യുന്ന, തിരികെ വരാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെയും കൂടെ ഉണ്ട് കേട്ടോ, തിരികെ വരാൻ ആഗ്രഹിക്കുന്ന IT അല്ലെങ്കിൽ IT ഇതര പ്രൊഫഷണലുകൾക്ക് അവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ അവർ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നടക്കില്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ IT അല്ലെങ്കിൽ IT ഇതര പ്രൊഫഷണലുകൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ നാട്ടിൽ തന്നെ ഒരുക്കിക്കൊണ്ട് ഈ ഒരു സാഹചര്യം നൽകുക എന്നുള്ളതാണ് തിരികെ എന്ന ഈ ഒരു ക്യാമ്പയിനിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ചിട്ടുള്ള പുതിയ ക്യാമ്പയിനാണ് തിരികെ എന്നത്. തിരികെ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ടാണ്. സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് കണ്ണൂരിലെ തലശ്ശേരിയിലാണ് നിലവിൽ വന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA പുനരുജ്ജീവിപ്പിച്ച നാഷണൽ ഒളിമ്പിക് അക്കാഡമിയുടെ ഡയറക്ടറായി നിയമിതനായത് ഗഗൻ നാരംഗ്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിനാണ് തിരികെ എന്നത്. തിരികെ. അടുത്തത് 2023 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2026 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം പ്രഖ്യാപിച്ചു. ഈ
കാറ്റഗറിയിലെ മികച്ച ചിത്രം ഏതാണ്? ഹാംനെറ്റ് ആണ്. ഹാംനെറ്റ് 2026 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹാംനെറ്റ് ആണ്. ഹാംനെറ്റ്. ബ്രിട്ടനിലെ റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ്? ബ്രിട്ടനിലെ റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വംശജനാണ് പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണി. US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണി. ഇദ്ദേഹത്തിൻ്റെ ജ്യോതിശാസ്ത്ര രംഗത്തുള്ള കണ്ടുപിടുത്തങ്ങളുടെ പേരിലാണ് ഈ ഒരു ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ബ്രിട്ടനിലെ തന്നെ റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി നൽകുന്ന സ്വർണ്ണ മെഡലാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണി. ദക്ഷിണ സുഡാനിലെ സമാധാന ദൗത്യത്തിനിടയിൽ ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും നൽകിയിട്ടുള്ള മികച്ച സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് 2025 ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അവാർഡിന് 2025 UN-ന്റെ സെക്രട്ടറി ജനറൽ അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇന്ത്യൻ ആർമി ഓഫീസർ ഉണ്ട്. ആരാണ്? മേജർ സ്വാതി ശാന്തകുമാറാണ്. അദ്ദേഹം എന്താണ് നേട്ടം കൈവരിച്ചത്? ദക്ഷിണ സുഡാനിലെ സമാധാന ദൗത്യത്തിനിടയിൽ ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും നൽകിയിട്ടുള്ള മികച്ച സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു അവാർഡിന് 2025 ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അവാർഡിന് ഇദ്ദേഹത്തെ ഇന്ത്യൻ ആർമി ഓഫീസറായ മേജർ സ്വാതി ശാന്തകുമാറിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് ജെൻഡർ വിഭാഗത്തിലാണ് അവാർഡ്. അതായത് UN മാൻഡേറ്റ് പ്രകാരം ലിംഗസമത്വം വളർത്തുന്നതിനും സമാധാന പാലനത്തിൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഒരു അംഗീകാരം. ജെൻഡർ മാൻഡേറ്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, ജെൻഡർ വിഭാഗമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇദ്ദേഹം ദക്ഷിണ സുഡാനിലെ ഇന്ത്യൻ ബറ്റാലിയൻ്റെ എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ കമാൻഡറാണ്. ഇപ്പോൾ ദക്ഷിണ സുഡാനിലെ ഇന്ത്യൻ ബറ്റാലിയൻ്റെ എൻഗേജ്മെൻറ്റ് ടീം കമാൻഡറാണ് മേജർ സ്വാതി ശാന്തകുമാർ. അപ്പോൾ അദ്ദേഹത്തിന് ജെൻഡർ വിഭാഗത്തിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2025 ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസറാണ് മേജർ സ്വാതി ശാന്തകുമാർ. അടുത്തതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതൊന്ന് റിവൈസ് ചെയ്യാം. 2026 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം ഏതാണ്? ഹാംനെറ്റ്. ബ്രിട്ടനിലെ റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണി. ദക്ഷിണ സുഡാനിലെ സമാധാന ദൗത്യത്തിനിടയിൽ ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും നൽകിയിട്ടുള്ള മികച്ച സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് 2025 ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസറാണ് മേജർ സ്വാതി ശാന്തകുമാർ. അടുത്ത സെറ്റ് ചോദ്യത്തിലേക്ക്. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിച്ചത് കൊട്ടാരക്കരയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് കൊട്ടാരക്കര. അടുത്തത് US സുരക്ഷാ പ്രശ്നം ഉയർത്തിക്കൊണ്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഡെൻമാർക്കിന് കീഴിലെ അർദ്ധ സ്വയംഭരണ പ്രദേശം ഏതാണ്? US സുരക്ഷാ പ്രശ്നം ഉയർത്തി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഡെൻമാർക്കിന് കീഴിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് ഏതാണ്? ഗ്രീൻലാൻഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് എന്നത്. US സുരക്ഷാ പ്രശ്നം ഉയർത്തി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഡെൻമാർക്കിന് കീഴിലെ അർദ്ധ സ്വയംഭരണ പ്രദേശം ഏതാണ്? ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപും കൂടിയാണ് ഗ്രീൻലാൻഡ് എന്നത് ഓർത്തിരിക്കുക. 2026 അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്?
2026 ജനുവരി 7 ഇദ്ദേഹം അന്തരിക്കുന്നത്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ. 2010 പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിൽ. 2024 UN-ന്റെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 1981 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2006 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ UN-ന്റെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം 2024 UN-ന്റെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചു. പത്മശ്രീ ലഭിച്ചു 1981, പത്മഭൂഷൺ ലഭിച്ചു 2006, ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം എന്നിവയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. മോഹൻലാൽ. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കോവളമാണ് കേട്ടോ, കോവളമാണ്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി കോവളമാണ്. ഈ ഒരു ഉച്ചകോടിയുടെ പേര് കേരള AI ഫ്യൂച്ചർ കോൺ എന്നാണ് കേട്ടോ. കേരള AI ഫ്യൂച്ചർ കോൺ എന്നാണ് ഈ ഒരു ഉച്ചകോടിയുടെ പേര്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി കോവളമാണ്. കേരള AI ഫ്യൂച്ചർ കോൺ എന്നാണ് പേര് വരുന്നത്. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിച്ചത് കൊട്ടാരക്കരയാണ്. US സുരക്ഷാ പ്രശ്നമുയർത്തി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഡെൻമാർക്കിന് കീഴിലെ അർദ്ധ സ്വയംഭരണ പ്രദേശം ഏതാണ്? ഗ്രീൻലൻഡ്. 2026 അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? മാധവ് ഗാഡ്ഗിൽ. KSRTCയുടെ ഗുഡ് വിൽ അംബാസിഡർ ആകുന്നത് മോഹൻലാൽ ആണ്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി കോവളം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പറഞ്ഞത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. വീക്കിലിയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സുകളായിട്ട് വരുന്ന ആ ഒരു സമയം തന്നെ ഈ പോയിന്റ്സ് എല്ലാം തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും പോയിന്റ്സ് പഠിക്കുക. നമ്മൾ വീക്കിലി തരുമ്പോൾ അതെന്തായാലും പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ശ്രമിക്കുകയല്ല, നമുക്ക് എന്തായാലും ജോലി വേണം. ഓക്കെ, കറണ്ട് അഫയേഴ്സ് എന്ന ആ ഒരു 20 മാർക്കിനൊക്കെ ചോദിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ കുറച്ചുകൂടി ലൈറ്റർ വേർഷനാക്കി കൊണ്ടുവന്ന് നമ്മുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.